നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ കേട്ടു വളർന്ന കഥയാണ് രാമായണം. ആ രാമായണത്തില് ഒരു വില്ലത്തി ഉണ്ട്. വികൃത രൂപം, കോന്ത്രം പല്ല്, ചോര കണ്ണുകള് ഒക്കെയുള്ള ഒരു ഭീകര ജന്തു, താടക. രാമന്റെ ആദ്യത്തെ അമ്പേറ്റ് മണ്ണടിഞ്ഞു പോയ ആ താടകയെ പറ്റി നമ്മൾ എന്താ അറിഞ്ഞിട്ടുള്ളത്? ഒരു രാക്ഷസിയാണ്, യാഗം മുടക്കിയാണ്, എത്രയും പെട്ടെന്ന് ചത്തൊടുങ്ങേണ്ടവളാണ് എന്നൊക്കെ അല്ലേ? ബട്ട് വെയിറ്റ്, ചരിത്രം ജയിച്ചവരുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. തോറ്റവരുടെ വേദനകളൊന്നും അവിടെ ആരും രേഖപ്പെടുത്തി വെക്കാറില്ല. എന്നാൽ ചരിത്രത്തിന്റെ ഈ പേജുകൾക്കിടയില് താടകയുടെ ആരും കാണാത്ത ഒരു രണ്ടാം പുറം നമുക്കൊന്ന് വായിച്ചാലോ? ഈ താടക ഉണ്ടല്ലോ, താടക ഒരു രാക്ഷസി ഒന്നും ആയിരുന്നില്ല. സുകേതു എന്നൊരു യക്ഷരാജാവിന്റെ മകളായിരുന്നു. കാടിനെ സ്നേഹിച്ച, പൂവിനെ സ്നേഹിച്ച ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ. സുന്ദൻ എന്നൊരു അസുരനാണ് താടകയെ വിവാഹം കഴിക്കുന്നത്. രണ്ട് കരുത്തന്മാരായിട്ടുള്ള ആൺകുട്ടികള്, സുബാഹുവും മാരീചനും. ഹാപ്പി ലൈഫാണ്. അതിന്റെ ഇടയിലാണ് ലൈഫ് ആകെ തകിടം മറയണത്. അഗസ്ത്യമുനിയുമായിട്ടുണ്ടായ എന്തോ ഒരു വഴക്കില് സുന്ദൻ കൊല്ലപ്പെടുകയാണ്. തന്റെ ഭർത്താവിനെ കൊന്നത് എന്തിനാണ് എന്ന് ചോദ്യം ചെയ്യാനായിട്ട് അങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ അടുത്തേക്ക് താടക ചെല്ലാണ്. എന്നിട്ട് തിരിച്ച് താടകയ്ക്ക് കിട്ടിയതോ മുനിയുടെ എന്ന് ഒരു ശാപാണ് കിട്ടുന്നത്. നീയും നിന്റെ മക്കളും ഇനി മുതല് സുന്ദരന്മാരല്ല, കാട്ടില് ചോരയും മാംസവും തിന്നുന്ന രാക്ഷസന്മാരായി മാറട്ടെ എന്ന്. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് താടകയ്ക്ക് തന്റെ ഐഡന്റിറ്റി പോലും നഷ്ടപ്പെടുകയാണ്. സുന്ദരിയായ താടക രാക്ഷസിയായിട്ട് മാറണു. അങ്ങനെ അമ്മയും മക്കളും ഒരു കാട്ടില് ഒതുങ്ങി കൂടേണ്ടി വരികയാണ്. ആ കാട്ടിലേക്ക് പിന്നീട് കുറെ താപസന്മാര് വന്നു, കാട് വെട്ടിത്തെളിച്ചു, ആശ്രമം പണിഞ്ഞു, യാഗങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ താടകയുടെ സ്പേസ് അവിടെ നഷ്ടപ്പെടുകയാണ്. മണ്ണിനും കാടിനും മക്കൾക്കും ഒക്കെ വേണ്ടി പോരാടേണ്ടി വരികയാണ് ആ അമ്മയ്ക്ക് അവിടെ. എന്നിട്ട് നമ്മൾ താടകയെ വിളിച്ചതോ യാഗം മുടക്കി എന്ന്. വിശ്വാമിത്രൻ രാമനോട് താടകയെ കൊല്ലാൻ പറയുന്ന സമയത്ത് രാമൻ ചോദിക്കുന്നുണ്ട്, താടക സ്ത്രീയല്ലേ, സ്ത്രീയെ വധിക്കുന്നത് അധർമ്മല്ലേ എന്ന്. രാമന് പോലും അറിയായിരുന്നു താടക വെറും ഒരു വില്ലത്തിയല്ല എന്ന്. പക്ഷെ രാജധർമ്മത്തിന്റെ പേരും പറഞ്ഞ് വിശ്വാമിത്രൻ രാമനെ കൊണ്ട് താടകയെ കൊല്ലിപ്പിക്കുകയായിരുന്നു. അങ്ങനെ കാടിനും മണ്ണിനും മക്കൾക്കും ഒക്കെ വേണ്ടി പോരാടിയ ആ ഒരു അമ്മയുടെ കണ്ണുനീര് രാമന്റെ അമ്പേറ്റ് അവിടെ എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാവുകയാണ്.